CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരിനെ ആക്രമിക്കുന്ന കേന്ദ്ര നടപടി അപലപനീയമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അട്ടിമറിക്കാനാണ് നീക്കം. BJPക്കൊപ്പം ചേർന്ന് UDFും സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും യെച്ചൂരി പറഞ്ഞു. CPIM strongly condemns the manner in which the CBI and other central investigation agencies are being used in Kerala, not for actually finding out the truth about the gold smuggling and where is that money getting routed to, what purpose it is being used for, which is why they are there to conduct these investigations. But the whole investigation has now been directed against the political leadership in the state with the idea to destabilize the democratically elected LDF government and target the Chief Minister of Kerala. The CBI and the other agencies are acting as the political arm of the central BJP government. This is absolutely obnoxious and this is a complete violation of the Indian Constitution. So the CPIM demands that the judiciary, the other institutions of our constitution must be alert to such a gross misuse by the BJP central government, and this has become apparent by the manner in which two of the accused now in jail have reported that they are being pressurized and coerced into giving statements involving the political leadership and the Chief Minister, and in return they will be treated as approvers and not as the accused. In fact, one of them, the suspended IAS officer, has informed the courts in his bail application of this matter. This is completely unacceptable. The CPIM calls upon all people, irrespective of their political affiliations, who uphold the Indian Constitution, to come and resist this move. The Politburo of the CPIM is confident that the people of Kerala will give a befitting reply to the BJP and the UDF, which is acting in tandem with the BJP in the state, to uphold the constitution and the fundamental principles of our democracy. The people of Kerala shall reject such machinations. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിഷ്ണു, അതായത് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ആയുധമാവുകയാണ് കേന്ദ്ര ഏജൻസികൾ. ഭരണഘടനാ വിരുദ്ധമായ നീക്കമാണ് കേരളത്തിലെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ നടത്തുന്നത്. ഇതിൽ ജനകീയ പ്രതിഷേധത്തിൻ്റെ ആവശ്യകത ഒക്കെയും CPIM വിവരിക്കുന്നു. CPIM ജനറൽ സെക്രട്ടറി പറഞ്ഞ എന്തൊക്കെയാണ്? അജിംഷാദ്, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ അതിരൂക്ഷമായി തന്നെയാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്വപ്ന സുരേഷിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഇന്ന് പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. അതിനു പുറമെയാണ് കഴിഞ്ഞ ദിവസം ശിവശങ്കർ കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലും വ്യക്തമാക്കിയിരുന്നത് ഈ രണ്ടുപേർക്കും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നതിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വപ്ന സുരേഷിൻ്റെ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേര് പറയുകയാണെങ്കിൽ സ്വപ്ന സുരേഷിനെ മാപ്പുസാക്ഷിയാക്കാമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നു എന്ന കാര്യം സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് CBIയും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കെതിരെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്ത് വന്നിരിക്കുന്നത്. യെച്ചൂരി കൃത്യമായി തന്നെ പറയുന്നുണ്ട്,
ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്ന് പറയുന്നത് അത് സർക്കാരിനെ അട്ടിമറിക്കുക എന്നത് തന്നെയാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ, ജനാധിപത്യ മാർഗത്തിലൂടെ വന്ന ഒരു സർക്കാരാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെയും അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല. പ്രത്യേകിച്ച് സ്വർണം കടത്തിൽ നിന്ന് ലഭിച്ച പണം എങ്ങോട്ടേക്കാണ് പോയത്, അല്ലെങ്കിൽ ആരാണ് സ്വർണം അയച്ചത് എന്ന കാര്യത്തിലൊന്നും തന്നെ അന്വേഷണം നടത്താതെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം മാത്രമാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അപലപനീയമാണ്. ഇതിന് പിന്നിൽ കേന്ദ്ര സർക്കാരാണ് എന്നുകൂടി ഇപ്പോൾ സീതാറാം യെച്ചൂരി വിമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നത് BJPയുടെ ഒരു രാഷ്ട്രീയ ആയുധം പോലെയാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയല്ല. ഇതിനെതിരെ ഭരണഘടനാ സ്ഥാപനങ്ങളും ജുഡീഷ്യറിയും രംഗത്ത് വരണമെന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട്. അവർക്ക് കൃത്യമായി BJPക്കും കോൺഗ്രസിനുമെല്ലാം ഈ വിഷയങ്ങളിൽ ജനങ്ങൾ മറുപടി നൽകണം ും അതോടൊപ്പം തന്നെ ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നുമാണ് ജനറൽ സെക്രട്ടറി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഏറ്റവും പ്രധാനമായി യെച്ചൂരി കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് BJPക്കൊപ്പം UDFും നിലകൊള്ളുന്നു എന്നതാണ്. അതായത് BJPയുടെ നിലപാടുകൾ, ആ നിലപാടുകൾ തന്നെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ BJPക്ക് കൈകൊടുത്തുകൊണ്ട് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് UDFിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇതും ജനങ്ങൾ തിരിച്ചറിയണമെന്ന് യെച്ചൂരി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അട്ടിമറിക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ളതാണ് എന്ന് തന്നെയാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. അതായത് വിഷ്ണു അതായത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തെ, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ നീക്കത്തെ ഇടതുപക്ഷ സർക്കാരിനെ, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയമായി തന്നെ CPIM അതിനെ പ്രതിരോധിക്കുമെന്നതിൻ്റെ സൂചന കൂടിയാണ് യെച്ചൂരി നൽകുന്നത്. ഒപ്പം BJPയുടെ ഈ കേന്ദ്ര നിലപാടുകൾക്കൊപ്പം കേരളത്തിലെ UDF യോജിക്കുന്നു. ആ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നിലപാടിന് വിരുദ്ധമാണ്. ഇത്യാദി കാര്യങ്ങളൊക്കെയും മുമ്പോട്ട് വെക്കുന്നു യെച്ചൂരി. തീർച്ചയായിട്ടും അജിംഷാദ്, യെച്ചൂരിയുടെ വാക്കുകൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ജനാധിപത്യ മാർഗത്തിലൂടെ തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് ജയിച്ചു വന്ന ഒരു സർക്കാരാണ്. പക്ഷേ ആ സർക്കാരിനെ അട്ടിമറിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ BJPയുടെ ഇത്തരം ശ്രമങ്ങൾക്ക് കേരളത്തിൽ UDFും ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് തന്നെയാണ് യെച്ചൂരിയുടെ വിമർശനം. പക്ഷേ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ UDFിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസികൾ, അതായത് CBIയും എൻഫോഴ്സ്മെൻറ്റും എന്ന് പറയുന്നത് BJPയുടെ കയ്യിലെ രാഷ്ട്രീയ ആയുധങ്ങളാണ് എന്ന വിമർശനം തന്നെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഉയർത്തുന്നത്. പക്ഷേ ഈ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടിന് തികച്ചും ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ യെച്ചൂരി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ BJPക്കൊപ്പം UDF നേതാക്കൾ നിലകൊള്ളുന്നു. BJPയുടെ ഒരു B ടീം പോലെ കോൺഗ്രസ് കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇതും ജനങ്ങൾ തിരിച്ചറിയണം. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ A. സജീവൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, A. സജീവനിലേക്ക്. ശ്രീ A. സജീവൻ, അതായത് ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച്. വസ്തുതാപരമായി തന്നെ അവർ അക്കമിട്ട് നിരത്തുന്നു. CPIMൻ്റെ ദേശീയ നേതൃത്വം തന്നെ അക്കമിട്ട് നിരത്തുന്നു. എങ്ങനെയാണ് കേരള സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് BJP ഈ സംവിധാനങ്ങളെയൊക്കെ ആയുധമാക്കുന്നതെന്ന്? അതിനാവശ്യം രാഷ്ട്രീയമായ പ്രതിരോധമാണ്. കേരളത്തിലെ ജനങ്ങൾ ആ വിഷയത്തിൽ ഒന്നിക്കണമെന്ന്. ഒപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നു കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഇരട്ടത്താപ്പ് നിറഞ്ഞ നിലപാടുകളെ സംബന്ധിച്ച്. A. സജീവൻ, തീർച്ചയായും ഈ യെച്ചൂരി പറഞ്ഞത് അധികം രീതി കാണാം. കാരണം യെച്ചൂരി ഒരു രാഷ്ട്രീയ നേതാവാണ്, പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനെ, CPIMന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം CPIM ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെ
സ്വാഭാവികമായിട്ടും രക്ഷിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പല സംഭവങ്ങളും EDയുടെ വാക്കുകളിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അവർ ശരിയായ രൂപത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് തോന്നാവുന്ന രൂപത്തിൽ. ഞാനിപ്പോ പറഞ്ഞത് ഇപ്പൊ യെച്ചൂരി പറഞ്ഞല്ല, മുഖ്യമന്ത്രി പറയുന്നതോ അല്ലെ CPM സംസ്ഥാന നേതാക്കന്മാർ പറയുന്നതോ, ഇനിയിപ്പോ സ്വപ്നയുടെ മൊഴി പോലുമല്ല. സ്വപ്നയുടെ മൊഴി നമ്മൾ വേണമെങ്കിൽ അതുപോലും അത് കളവാണ്, മുഖ്യമന്ത്രി ഉണ്ടാക്കിയതാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതാണെന്നൊക്കെ ആരോപണം വേണമെങ്കിൽ പറയാം. ഇനി ശിവശങ്കറിനെ കുറിച്ചോ, ശിവശങ്കർ കഴിഞ്ഞ ദിവസം ചില മന്ത്രിമാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു പറയാം. അത് പക്ഷേ ഇവിടെ ED കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ വിചാരിച്ചാലല്ലാതെ 20 തവണ നയതന്ത്ര ബാഗിൽ സ്വർണം കടത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ കള്ളത്തരം നമുക്ക് മനസ്സിലാകും. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കീഴിലായിരിക്കണം ഈ പറയുന്ന ഈ കസ്റ്റംസോ അല്ലെങ്കിൽ വിമാനത്താവളമോ അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞാൽ പറയുന്നതിനനുസരിച്ചിട്ട് ധരിക്കുന്ന സംവിധാനങ്ങളാണ് എന്നാണോ ED വിചാരിക്കുന്നത്? അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളാണല്ലോ, വകുപ്പുകളാണല്ലോ. അപ്പൊ അവിടെ പോലും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. മാത്രമല്ല ഇതിൽ സന്ദീപ് അതായത് എ സജീവൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇതിനകത്ത് വസ്തുതാപരമായി തന്നെ ഇവരുടെ രാഷ്ട്രീയ ആരോപണങ്ങളെ വ്യക്തമാക്കുന്ന ഘടകങ്ങളുണ്ട് എന്നതാണ്. അതിലൊന്ന് എന്നത് സ്വാഭാവികമായും ഈ സ്വർണ്ണക്കടത്ത് വന്നത് കേന്ദ്ര ഏജൻസികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കൂടിയാണ്. ഉദാഹരണം വിമാനത്താവളം, അവിടെ നോക്കുന്നത് ഇതൊക്കെ പരിശോധിക്കുന്നത് കസ്റ്റംസ് ആണ്, അവിടെ കാവലിലുള്ളത് CISF ആണ്. ഇതൊക്കെ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ടവരാണ്. ഇവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി എന്നതാണ് ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ ചില ഘടകങ്ങളായി ഇവർ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളും. ഇതിലൊക്കെയുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്, പൊരുത്തക്കേടുകളുണ്ട് അല്ലേ ശ്രീ എ സജീവൻ? തീർച്ചയായിട്ടും നമ്മൾ സാധാരണ മനുഷ്യരുടെ വളരെ ഈ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ധാരണയില്ലാത്ത ആളുകൾക്കാണെങ്കിൽ പോലും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തെ കാര്യങ്ങൾ ഞാൻ നിയന്ത്രിക്കുന്നു. എനിക്ക് നിയന്ത്രിക്കാൻ അധികാരമില്ലാത്ത കാര്യങ്ങൾ ഞാൻ നിയന്ത്രിക്കുന്നത് പറയുമ്പോൾ തമാശ, അതിൽപ്പൊരു തമാശയുണ്ട്. മാത്രമല്ല ഇതിൽ വേറെ ഒരു വലിയ കള്ളക്കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സന്ദീപ് നായരെ മാപ്പുസാക്ഷിയാക്കി. മുഖ്യ പ്രതിയാണ് സന്ദീപ് നായർ മാപ്പുസാക്ഷിയാക്കിയത് ഈ ശിവശങ്കറിനെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ്. ശിവശങ്കർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ശിവശങ്കറോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ രക്ഷിക്കുക, നിങ്ങൾ അറസ്റ്റ് ചെയ്യില്ല, നിങ്ങൾ ഇന്ന ആളുകളുടെ പേര് പറയും. ഇന്ന് ഈ സ്വാഭാവികമായിട്ട് ഇപ്പൊ സ്വപ്ന പറയുന്നതാണ് ഞാൻ ഭീകരമായ സമ്മർദ്ദത്തിൽ ആണ് എന്ന് പറയുമ്പോൾ കുറെ എത്ര ദിവസങ്ങൾ ഈ ആളുകൾ ചുറ്റും നിന്നുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ മരിച്ചു നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ പലപ്പോഴും പലതും പറഞ്ഞു രക്ഷപ്പെടാനുള്ള വകുപ്പുതാ നിങ്ങളെ മാപ്പുസാക്ഷിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പലതും പറയിപ്പിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനൊക്കെ അപ്പുറത്ത് ഇവർ ഈ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഈ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നുള്ളത് ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ ദിവസം ഉണ്ടായല്ലോ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ സക്സേന എന്ന് പറയുന്ന മുഖ്യപ്രതി, ആ മുഖ്യപ്രതിയെ മാപ്പുസാക്ഷിയാക്കുകയാണ്. എന്തിന്? കോൺഗ്രസ് നമ്മുടെ പോലെ കേരളത്തിലെ കോൺഗ്രസ് നേരം വെളുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവര് മനസ്സിലാക്കേണ്ട അവരുടെ അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെയുള്ള അവരുടെ നേതാക്കന്മാരെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് സക്സേനയെ മാപ്പുസാക്ഷിയാക്കുകയാണ്. സക്സേന പറയണം ഇന്ന ആളുകളാണ് ഇതൊക്കെ ചെയ്യിച്ചതെന്ന്. ഇതിന്റെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ യെച്ചൂരിയുടെ വാക്കുകളെ കുറിച്ചോ അല്ലെങ്കിൽ സ്വപ്നയുടെ വാക്കുകളെ കുറിച്ചോ അല്ലെങ്കിൽ ശിവശങ്കറിന്റെ വാക്കുകളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഈ പറയുന്ന ഏജൻസികളുടെ പ്രതിവരുടെ പ്രവർത്തനവും അവർ കോടതിയിൽ കൊടുത്ത ഈ സത്യവാങ്മൂലം ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഇതിലൊരു കള്ളക്കളി മണക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും വ്യക്തമാണ് എസ് സജീവൻ. എന്തായിരുന്നാലും യെച്ചൂരി കൃത്യമായി രാഷ്ട്രീയ പ്രതിരോധം ഈ വിഷയത്തിൽ സൃഷ്ടിക്കും. കാരണം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ നീങ്ങുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് യെച്ചൂരി പറയുന്നു. യെച്ചൂരിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി. CPM strongly condemns the manner in which the CBI and other central investigation agencies are being used in Kerala, not for actually finding out the truth about the gold smuggling and where is that money getting routed to, what purpose it is being used for, which is why they are there to conduct these investigations. But the whole investigation has now been directed against the political leadership in the state with the idea to destabilize
the democratically elected LDF government and target the Chief Minister of Kerala. The CBI and the other agencies are acting as the political arm of the central BJP government. This is absolutely obnoxious, and this is a complete violation of the Indian Constitution. So the CPIM demands that the judiciary, the other institutions of our Constitution must be alert to such a gross misuse by the BJP central government, and this has become apparent by the manner in which two of the accused now in jail have reported that they are being pressurized and coerced into giving statements involving the political leadership and the Chief Minister, and in return they will be treated as approvers and not as the accused. In fact, one of them, the suspended IAS officer, has informed the courts in his bail application of this matter. This is completely unacceptable. The CPIM calls upon all people, irrespective of their political affiliations, who uphold the Indian Constitution, to come and resist this move. The Politburo of the CPIM is confident that the people of Kerala will give a befitting reply to the BJP and the UDF, which is acting in tandem with the BJP in the state, to uphold the Constitution and the fundamental principles of our democracy. The people of Kerala shall reject such machinations.